ഏതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എന്നതുപോലെ CPIM-നും ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ പ്രവർത്തനങ്ങളിൽ ഒന്ന് അതിന്റെ സമ്മേളനമാണ് കോൺഗ്രസ് എന്ന് പറയും. പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നതിന്റെ അവസാനത്തെയാണ്. അതിന്റെ നിരവധി ഘടകങ്ങളുണ്ട്. ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, ജില്ല, സംസ്ഥാനം, അങ്ങനെ ഘട്ടം ഘട്ടമായി അത് വന്ന് പാർട്ടി കോൺഗ്രസിൽ എത്തുമ്പോഴാണ് അത് പൂർണ്ണമാവുക. പാർട്ടി കോൺഗ്രസ് ആണ് താത്വികമായി പറഞ്ഞാൽ അടുത്ത കോൺഗ്രസ് വരെയുള്ള കാലത്തെ പ്രവർത്തിക്കാൻ ആവശ്യമായ സമിതികളെ തിരഞ്ഞെടുക്കുന്നത്, അതിനുവേണ്ട നയപരിപാടികൾ പ്രഖ്യാപിക്കുന്നത്, തന്ത്രങ്ങളും അടവുകളും പ്രഖ്യാപിക്കുന്നതൊക്കെ കോൺഗ്രസ് ആണ്. ഇപ്പൊ നോക്കൂ, ഇവിടെ പാർട്ടി കോൺഗ്രസിന്റെ ഏറ്റവും ആദ്യത്തെ ഘടകം ബ്രാഞ്ച് സമ്മേളനം ആരംഭിക്കുന്നു. ബൂർഷ്വാ പത്രങ്ങളാണ് എങ്കിൽ പോലും റിപ്പോർട്ടുകൾ കണ്ടാൽ ഏതാണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഈ ബ്രാഞ്ച് സമ്മേളനം ആരംഭിക്കുന്നതിന്റെ തൊട്ടുകൂടെയാണ് അൻവറിന്റെ പടക്കങ്ങൾ വരുന്നത് എന്നോർക്കുക. അപ്പോ അൻവറിന്റെ പടക്കം പിന്നെ അത് തീപിടിച്ചപ്പോ അത് പടക്കപ്പരയ്ക്ക് തീപിടിച്ച മാതിരിയായിട്ടുണ്ടായതാണ്. കാരണം മുഖ്യമന്ത്രിയുടെ വീട്, ഓഫീസൊക്കെ വലിയ പ്രശ്നത്തിലാണ്. മുഖ്യമന്ത്രിയുടെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി കഷ്ടിച്ച് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ഇതിൽ ആരോഗ്യ കാരണം പറഞ്ഞ് തടവിൽ നിന്ന് മാറി നിൽക്കുക. എത്ര കാലമായി കിടക്കണു. ഇപ്പോ മുഖ്യമന്ത്രിയുടെ അടുത്ത ഏറ്റവും വിശ്വസ്തനായ ആൾ ADGP വളരെ ഗുരുതരമായ ആരോപണങ്ങളിൽപ്പെട്ട് ഉഴന്നുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രശ്നമുണ്ട്. അദ്ദേഹം ഒരു വലിയ അഴിമതി നടത്തിയിട്ടുണ്ട്, കൊലപാതകം നടത്തിയിട്ടുണ്ട്, സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത ഒരാൾ അയാളെ ഉപയോഗിച്ച് രാഷ്ട്രീയമായി ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ സംഘപരിവാറുമായി ലൈനിങ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് ഇപ്പോൾ സമ്മേളനങ്ങളിൽ വരുന്ന വിഷയം. ഇത് മാത്രമല്ല, ഇപ്പൊ പി ശശി സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. പി ശശിക്കെതിരെ അതിഗുരുതരമായ ആരോപണമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. കാരണം ADGP അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിക്കൊപ്പം നിന്ന് ശശിയാണ്. ശശി നമുക്കറിയാം, ഒരു കാലത്ത് വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള ആരോപണം നേരിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താവുകയും അദ്ദേഹം പിന്നീട് തിരിച്ചു വരികയൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ ശശിക്ക് ആരാണ് പിൻബലം എന്ന് ഒരു കാര്യം. രണ്ടാമത്തെ വിഷയം PK ശശിയാണ്. ഇന്നിപ്പോ ഞാൻ പത്രങ്ങളിൽ കാണുന്ന ഒരു കാര്യം, പാർട്ടി സെക്രട്ടറി തന്നെ PK ശശി ഗുരുതരമായ തെറ്റ് ചെയ്തു എന്ന് പാലക്കാട് സമ്മേളനത്തിൽ, പാലക്കാട് ഏതൊരു യോഗത്തിൽ, ജനറൽ ബോഡി യോഗത്തിൽ പറഞ്ഞു എന്നാണ്. സത്യമായിരിക്കാൻ വഴിയുണ്ട്. PK ശശിയൊക്കെ എന്നെ ഈ രാഷ്ട്രീയം വിട്ട് പോകേണ്ടതാണ്. PK ശശി ചെയ്ത കാര്യങ്ങളുടെ വലിയൊരു പട്ടികയുണ്ട്. അഴിമതി മാത്രമൊന്നുമല്ല. PK ശശി ഒരു സഖാവിനെ, വനിതാ സഖാവ് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിപ്പോയത് PK ശശികാരനാണ്. കേരളത്തിലെ വനിതാ സഖാക്കൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് എന്താണ് പറ്റാത്തൊരവസ്ഥയിൽ ഉണ്ടായത്? അപ്പൊ അതുകൊണ്ട് PK ശശി എന്നും കൊള്ളരുതാത്ത ഒന്ന് തന്നെയാണ്, തുടക്കം മുതലെയാണ്. പക്ഷെ PK ശശി ഇത്രയും കാലം സംരക്ഷിച്ചതാരാ? ഇപ്പൊ MP ഗോവിന്ദ് വന്ന് നമ്മളോട് PK ശശി ഗുരുതരമായി തെറ്റ് ചെയ്തു, ജില്ലാ സെക്രട്ടറിയെ കൊടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിരിക്കുകയാണ്. ഇത് നമ്മളെക്കാൾ ആദ്യം അറിയേണ്ടത് ഗോവിന്ദനല്ലേ, പാർട്ടി സെക്രട്ടറി അല്ലേ, മുഖ്യമന്ത്രിയല്ലേ. ഇയാൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണ്ടേ? ഇപ്പൊ നമുക്കെതിരെയാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നെങ്കിൽ, സാധാരണ മനുഷ്യർക്കെതിരെയാണെങ്കിൽ നമ്മൾ ജയിലിൽ കിടക്കൂലേ? PK ശശിക്ക് എന്ത് ഇമ്മ്യൂണിറ്റിയാണ് ഈ രാജ്യത്തുള്ളത്? അയാൾ KTDCയുടെ ചെയർമാനാണ്. കേരളത്തിൽ ടൂറിസം വികസിപ്പിക്കാൻ പറ്റിയ ആളാട്ടോ, ഒന്നുമില്ല. അയാൾക്ക് സുകുമാര കലകളിലൊക്കെ നല്ല പ്രാവീണ്യമുള്ള ആളാണ്. അതുകൊണ്ട് ടൂറിസം ഒക്കെ നന്നായി വികസിക്കും. അദ്ദേഹത്തിന്റെ രീതിയിലുള്ള ടൂറിസം ആവുന്നു മാത്രം. ഏതായാലും അദ്ദേഹം ഇത് വന്നിട്ടും പാർട്ടിയിൽ നിന്ന് നടപടി എടുത്തു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു കുഴപ്പമില്ല. പുള്ളി എപ്പോഴും പാല അടിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് ഗോവിന്ദൻ പോയി ആരും കേൾക്കാത്ത പാർട്ടി ജനറൽ ബോഡി സമ്മേളനത്തിൽ പോയി അങ്ങ് കീച്ചുകയാണ്, ഇത് PK ശശി കുഴപ്പക്കാരനാണ്. ഇനി എന്നാണാവോ കണ്ണൂർ സമ്മേളനം എത്തുമ്പോഴായിരിക്കും PK ശശി കുഴപ്പക്കാരനെന്ന് പറയാം. ഏതായാലും അണികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ അസഹിഷ്ണുതയുണ്ട് എന്ന് വ്യക്തമാണ്. പല സമ്മേളനങ്ങളും നടന്നിട്ടില്ല. ഇപ്പോ MP ഗോവിന്ദന്റെ സ്വന്തം നാട്ടിലെ ഒരു ബ്രാഞ്ച് സമ്മേളനത്തിന് നേതാക്കളും ഉദ്ഘാടകനും ആളുകളൊക്കെ എത്തി. പക്ഷെ ഒറ്റ പ്രതിനിധി പോലും വന്നില്ല, ഒറ്റ ബ്രാഞ്ച് മെമ്പർ പോലും വന്നില്ല. പല സ്ഥലത്തും 8 പേരുണ്ടെങ്കിൽ 4 പേര് വരും. അത് കണ്ണൂർ പോലൊരു സ്ഥലത്താണ്. നിങ്ങൾ ആലോചിക്കും, കണ്ണൂർ ഒരു പാർട്ടി മെമ്പർ വരാതിരുന്നാൽ അവന്റെ ജീവൻ തന്നെ അപകടത്തിലാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് പാർട്ടി മെമ്പർമാർ ആരും വന്നില്ല ഒരു ബ്രാഞ്ചില്. അതതിന്റെ അർത്ഥം എവിടേക്കായി പാർട്ടി പോകുന്നത്? ഇടതുപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് വിശ്വസിക്കുന്നുകൊണ്ടുള്ള വിഷമം കൊണ്ടുകൂടിയാണ് നമ്മളിത് പറയുന്നത്. എവിടേക്കായി പാർട്ടി പോണത്? ഈ പിണറായി വിജയനും ഇത്രയും ഗുരുതരമായി തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും മറുപടി കൊടുക്കാൻ ഏതെങ്കിലും പാർട്ടി നേതാവിന് കഴിയും? ഞാൻ കേട്ടത് വിജയരാഘവനൊക്കെ പറഞ്ഞ മറുപടിയാണ്. വിജയരാഘവനൊക്കെ വായ തുറന്നാൽ പിന്നെ അബദ്ധം പറയുമെന്ന് നമുക്കറിയാം. പക്ഷേ വിജയരാഘവനൊക്കെ ഇതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടായിട്ട് അന്നൊന്നും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ രക്ഷപ്പെടുകയാണ്. എന്തേ? ഹേമ കമ്മിറ്റി മുതലുള്ള ഓരോ വിഷയത്തിലും കൃത്യമായ ചോദ്യങ്ങൾ പാർട്ടി അണികളിൽ നിന്നുണ്ടാവും. ചോദ്യം ചോദിക്കാനാണ് സമ്മേളനം എന്നാണ്. ജനങ്ങൾക്ക് ഇപ്പോൾ ചോദ്യം ചോദിച്ചിട്ടൊരു കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും പ്രതിനിധികൾ സമ്മേളനത്തിന് വരാത്തത്.
അപ്പൊ സമ്മേളനങ്ങൾ പരാജയപ്പെടുന്നു, സമ്മേളനങ്ങളിൽ ഉത്തരം പറയാൻ കഴിയാതെ നേതാക്കൾ കുഴങ്ങുന്നു. ഇതൊന്നും ചെറിയ കാര്യമല്ല. പാർട്ടി അടിത്തട്ടിൽ തന്നെ തിരുത്തൽ ഉണ്ടായില്ല എങ്കിൽ, മേൽത്തട്ടിലെ തിരുത്തൽ അടിത്തട്ടിൽ ബോധ്യപ്പെട്ടില്ല എങ്കിൽ CPM-ന് വലിയ ദുരന്തമാണ് സംഭവിക്കാൻ പോകുന്നത്. അത് ഒഴിവാക്കാൻ ഇനിയെങ്കിലും പാർട്ടി നേതൃത്വം നടപടിയെടുക്കുമോ? അഖിലേന്ത്യാ നേതൃത്വം എന്തെങ്കിലും ചെയ്യും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ സംസ്ഥാനത്ത് ഒരു നേതൃത്വമുണ്ടോ പിണറായി വിജയൻ അല്ലാതെ? ഒരാളിലാണോ എല്ലാ നേതൃത്വവും? അങ്ങനെയെങ്കിൽ ഈ പാർട്ടിക്ക് ഒരു ഗതിയേ ഉള്ളൂ, അത് അധോഗതി മാത്രമാണ്.